ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് ഒരു ഹെയർ പാക്ക് വീഡിയോ ചെയ്യാമെന്ന് കരുതി കേട്ടോ. ഹെയർ പാക്ക് വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ ഫെബ്രുവരിയിൽ മുടി കട്ട് ചെയ്തായിരുന്നല്ലോ. അപ്പം മുടി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ മുടിക്ക് വേണ്ട ഒരു കെയറും ഞാൻ കൊടുത്തിട്ടില്ല സത്യം പറഞ്ഞാൽ. അല്ലെങ്കിൽ ഞാൻ ഒന്നരാടം തലയിൽ ഷാമ്പു ഇടുക, കണ്ടീഷണർ യൂസ് ചെയ്യുക, അതുപോലെ എന്തെങ്കിലും ഒരു ഓയിൽ ഇടുക, ഹെയർ പാക്ക് ഇടുക, ഇതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ മുടി കട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യവും ചെയ്തിട്ടില്ല എൻ്റെ മുടിക്ക്. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ എനിക്ക് കുറച്ച് ദിവസമായിട്ടുണ്ട്. അതായത് മുടിയുടെയൊക്കെ ഒരു ഉള്ളൊക്കെ പോയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഉള്ളു പോയി, അതുപോലെ നമുക്ക് ഈ മുടി വെട്ടിത്തരുമ്പോഴത്തേക്ക് ഒരു ഭംഗിക്ക് കിടക്കാൻ വേണ്ടിയിട്ട് അവർ ഹീറ്റൊക്കെ ചെയ്യുമല്ലോ. അപ്പം ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിക്ക് കിടക്കുമല്ലോ. അപ്പം ഞാൻ ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ മുടി ഒന്നിങ്ങനെ ഹീറ്റും കൂടെ ചെയ്ത് കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പം ഇനി അതിൻ്റെയൊക്കെ കൂടെയാണെന്ന് തോന്നുന്നു എൻ്റെ മുടി അപ്പടി പൊഴിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ, ചില വീഡിയോസിനകത്തൊക്കെ ഇങ്ങനെ ഞാൻ മുടി ചെയ്യുമ്പോഴത്തേക്ക് കാണാം മുടിയൊക്കെ ഒത്തിരി പൊഴിയുന്നു. അപ്പം മുടിയുടെ കട്ടിയൊക്കെ അങ്ങ് അപ്പടി പോയി കേട്ടോ. ഇതിൽ നല്ല കട്ടിക്ക് കിടന്നതാണ്. അപ്പം പിന്നെ എനിക്ക് കുറച്ച് സമയം കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു പാക്ക്. ഈ പാക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് നാൾ മുന്നേ ഞാൻ ഇട്ടിട്ടുള്ള ഒരു പായ്ക്കാണ്. അപ്പം കഴിഞ്ഞ ദിവസം ചെന്നപ്പോഴത്തേക്ക് വീട്ടിൽ ചെന്നപ്പം എൻ്റെ ഒരു കസിനുണ്ട്. അപ്പോൾ അവളും പറഞ്ഞു ചേച്ചി അത് നല്ലതാണെന്ന് പറഞ്ഞേ. ഇച്ചിരി നോയ്സ് ഉണ്ട്, ക്ഷമിക്കുക. അപ്പം ഞാൻ ആ ഒരു പാക്ക് ഇടാൻ പോവാണ്. അപ്പം നിങ്ങളെയും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ തലയിലൊക്കെ ഒത്തിരി താരനുള്ളവരും അതുപോലെ തന്നെ മുടിയൊക്കെ ഡാമേജ് ആയിട്ടുണ്ടെങ്കിലൊക്കെ നല്ല ഒരു താളി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഹെയർ പാക്കാണ്. അപ്പോൾ എന്ത് പാക്കാണെന്നൊക്കെ ഉള്ളത് നമുക്ക് കാണാം. ബൈ. ഭയങ്കര വെയിലാണ് കേട്ടോ. ഭയങ്കര വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലത്തിറങ്ങി കരിഞ്ഞു പോകും. അപ്പം ഞാൻ പാക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം നമ്മുടെ അവിടെ നിൽപ്പുണ്ട്. അപ്പം നമുക്കത് ഒന്ന് പറിക്കാവേ, ഞാൻ കാണിച്ചു തരാവേ. ഈ കാണുന്ന സാധനമാണ് ഞാൻ ഇന്ന് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് മുരിങ്ങയിലാണ് ഒരു സത്യമോ വെയിലത്ത് നിന്നിട്ട് തന്നെ വല്ലാണ്ടങ്ങ് കരിയുന്നു. ഞാൻ ഇങ്ങോട്ട് മാറട്ടെ. ഈ വെയിൽ ഭയങ്കര വെയിലാണ് കേട്ടോ. ഇതെങ്ങനെ പറഞ്ഞു തരുള്ളതെന്ന് എനിക്കറിയത്തില്ല. പൂക്കുറ്റി വെയിൽ. ഞാനത് പറിക്കട്ടെ. നമ്മുടെ ഇവിടെ കുറച്ചേ ഉള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ അപ്പുറത്തൊരു മുരിങ്ങ നിൽപ്പുണ്ട്. നമുക്ക് അവിടെ പോയി ഒന്ന് പറിച്ച് അവിടെ ഉണ്ടോ നോക്കാം. അവിടെ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് അവിടെ പോയി പറിക്കാം. സത്യം പറഞ്ഞാൽ ഈ പകൽ എനിക്ക് ഇങ്ങോട്ട് കയറാൻ പേടിയാണ്. കാരണം ഇവിടുന്നൊക്കെ എല്ലാം ചാടിയൊക്കെ വന്നാൽ എനിക്ക് വല്ല അറ്റാക്കും വരും. ഇവിടെ നിൽപ്പുണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് നിൽപ്പുണ്ട് കേട്ടോ. നല്ല വലിയ ഇലയാണ്. പക്ഷെ ഇതെങ്ങനെ പറിക്കും നോക്കാമല്ലേ. ഭയങ്കര വെയിലാണ് കേട്ടോ. വെയിൽ ഒരു രക്ഷയില്ലാത്ത വെയിൽ. സോ ഗൈസ്, ഞാനത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇച്ചിരി ഏറെ അരച്ചു. കാര്യം മുടിയിൽ ഫുള്ള് നല്ലതുപോലെ ഒന്ന് തേച്ച് വെക്കാൻ കരുതി കേട്ടോ. നല്ലതുപോലെ അരച്ചെടുക്കണം കേട്ടോ. നല്ലതുപോലെ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്യാം. പിന്നെ ഒരു കാര്യം, ഇതിനകത്ത് ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ പറിച്ച് ആ മുരിങ്ങയിലയുടെ തണ്ട് കളഞ്ഞിട്ട് ഇല മാത്രം എടുത്തിട്ട് അതും പച്ചവെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. അല്ലാതെ വേറെ ഒന്നും ഞാൻ അതിനകത്ത് ചേർത്തിട്ടില്ല. അപ്പോൾ അരച്ചെടുത്തത് നമ്മുടെ തലയോട്ടിയിലും കൂടെ ചേർത്ത് തേക്കണം കേട്ടോ. കാരണം താരനൊക്കെ കുറയാനും കൂടെയാണല്ലോ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ മുടിയിലെല്ലാം നല്ലതുപോലെ അത് തേച്ച് വെച്ചു കേട്ടോ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊരു ഹെൽമെറ്റ് വെച്ച പോലെ ഇരിപ്പുണ്ട്. അപ്പോൾ ഫുള്ള് തലയിലും കൂടെ ആകാൻ വേണ്ടിയിട്ട് കിളി.
അപ്പോൾ ഫുള്ള് ആകാൻ വേണ്ടിയിട്ട് ഞാൻ കയറി. നിങ്ങളുടെ ബാക്ക് സൈഡിലൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പം നല്ലതുപോലെ ഞാൻ തേച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 10-20 മിനിറ്റ് നല്ലതുപോലെ കഴുകണം കേട്ടോ. റണ്ണിങ് വാട്ടറിൽ കഴുകുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഇതിൻ്റെ ചെറിയ ചെറിയ തരികളൊക്കെ ഇങ്ങനെ തലയിൽ ഇരിക്കുവേ. അപ്പം നല്ലതുപോലെ തല കഴുകാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ നമ്മുടെ മുടി ഉണങ്ങി കഴിഞ്ഞിട്ടാണെങ്കിലും ഒന്ന് കൊട്ടിക്കുടഞ്ഞ് കളഞ്ഞാൽ നമുക്ക് നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോവാണ്. കാരണം എനിക്ക് ഇച്ചിരി പണികളെ കിടപ്പുണ്ട്. അപ്പോൾ ഞാനൊരു തോർത്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തോർത്ത് നമ്മൾ ഉപയോഗിക്കുന്നതോ ഉപയോഗിക്കാത്തതോ പഴയ തോർത്തൊക്കെ വലിയ കറയുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. അവിടെ കയ്യിലെല്ലാം കറയായിട്ടുണ്ട്. എന്തായാലും ഞാനിത് കെട്ടാൻ പോകും. അപ്പം ഞാൻ ഇത് വെച്ച് കെട്ടി വെച്ചു കേട്ടോ. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തല കഴുകുകയും പിന്നെ കുളിക്കുകയും കൂടെ ചെയ്യണം. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് കാണാം. അപ്പം ഞാൻ മുടിയൊക്കെ നല്ലതുപോലെ കഴുകിയിട്ടുണ്ടായിരുന്നു. തലയിൽ ഒരു തരി പോലും ഇല്ലാതെ ഒരു 5-6 തവണ സമയമെടുത്ത് ഞാൻ മുടിയൊക്കെ കഴുകിയായിരുന്നു. കഴുകി കഴിഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട് കാണിക്കാഞ്ഞത് പ്രത്യേകിച്ച് ഒന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പം ഞാൻ വിചാരിച്ചു പിറ്റേ ദിവസം മുടിയൊക്കെ ഉണങ്ങിയിട്ട് നമുക്ക് കാണിച്ചു തരാമെന്ന്. അപ്പം എൻ്റെ മുടിയൊക്കെ നല്ലതുപോലെ ഉണങ്ങി സെറ്റായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. സത്യം പറഞ്ഞാൽ മുടി ഇതിപ്പോൾ നമ്മൾ ഒരു തവണയൊന്നും യൂസ് ചെയ്താൽ നമുക്ക് ഒത്തിരി മാറ്റമൊന്നും കാണാൻ പറ്റില്ല. ഇതിപ്പം ആയുർവേദിക് പോലുള്ള സംഭവമല്ലേ. ഇപ്പം നാച്ചുറൽ ആയതുകൊണ്ട് കുറച്ച് സമയം എടുത്ത് എന്തായാലും വർക്കാവുള്ളൂ. പക്ഷെങ്കിൽ എൻ്റെ താരൻ നല്ലതുപോലെ പോയിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഇങ്ങനെ ചൊറിയുമ്പോൾ നല്ല രീതിക്ക് ഇളകി വരുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. അപ്പം നിങ്ങൾ മാസത്തിൽ ഒരു 1-2 തവണ ഇത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മുടിക്ക് നല്ല ബെറ്റർ റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് കേട്ടോ. അപ്പം ഇനിയും ഇതിൽ കൂടുതൽ അല്ലെങ്കിൽ ഇതുപോലത്തെ കുറേ കാര്യങ്ങളായിട്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. എൻ്റെ കുഞ്ഞ് അവിടെ കിടന്ന് വിളിക്കുന്നുണ്ട്. അവൻ്റെ സൗണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവന് വെളിയിൽ അടച്ചതാണ്. പക്ഷെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ കാണാം. അപ്പം ബൈ ബൈ, സീ യു.